ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിൻ്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ ആ കഥയിലേക്ക് പോയാലോ? അങ്ങനെ നമ്മുടെ രഞ്ജിത പൂജയോട് സംസാരിക്കുകയാണ്. മോളെ പൂജ, ആൻറ്റി ഒരു കാര്യം പറഞ്ഞാൽ മോളെ കേൾക്കുമെന്ന് ചോദിക്കുമ്പം എന്താ ആൻറ്റിക്ക് ഒരു സങ്കടം പോലെ? ആൻറ്റി എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ? ഒരു മുഖവരയുടെയൊക്കെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ച് ഇവള് കാര്യം തിരക്കുമ്പോഴത്തേക്കിനും രഞ്ജിത പറയുകയാണ്, മോളെ നിനക്ക് കല്യാണപ്രായമൊക്കെ ആയല്ലോ, അതുകൊണ്ട് എൻ്റെ പങ്കജിന് വേണ്ടിയിട്ട് നിന്നെ ഞാൻ ആലോചിക്കുകയാണ്. എൻ്റെ സ്വന്തം മോളായിട്ട് ഞാൻ നിന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പൂജയോട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും പൂജയാണെങ്കിലോ ഇതിപ്പം ആൻറ്റിയോട് എന്ത് പറഞ്ഞാലാണ് ആൻറ്റിക്ക് ഇനി സങ്കടമാകുമോ, എന്ത് ചെയ്യും, താൻ എന്ത് പറയുമെന്നൊന്നും അറിയാതെ അവളിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ രഞ്ജിത വീണ്ടും ചോദിച്ചു, നിനക്ക് എൻ്റെ മോനെ ഇഷ്ടമാണോ എന്ന്. അപ്പം ഒരു നിമിഷം നമ്മുടെ പൂജ മിണ്ടാതെ നിന്നതിന് ശേഷം, ആൻറ്റി ഞാനത് അങ്ങനെയൊന്നും കല്യാണത്തെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. പിന്നെ എനിക്ക് കല്യാണമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അത് എൻ്റെ അമ്മ കണ്ടെത്തുന്ന ഒരാളായിരിക്കും, ഒരിക്കലും ഞാനായിട്ടും ഒരാളെയും കണ്ടെത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവള് സുമിത്രയുടെ തീരുമാനത്തിന് കാര്യങ്ങൾ വിടുകയാണ്. അപ്പം രഞ്ജിതയ്ക്ക് മനസ്സിലായി, ഇനി സുമിത്ര വിചാരിക്കണം, താൻ വിചാരിക്കുന്നത് പോലെ തന്നെ സുമിത്രയും ചിന്തിക്കൂ എന്നുള്ളൊരു ടെൻഷൻ നമ്മുടെ രഞ്ജിതയ്ക്കുണ്ട്. എന്തായാലും രഞ്ജിത സുമിത്രയെ വെല്ലുവിളിച്ചത് കൊണ്ടൊക്കെ സുമിത്ര ഈ വിവാഹത്തിന് സമ്മതിക്കാനുള്ള സാധ്യത കുറവാണെന്ന് രഞ്ജിതയ്ക്ക് നല്ലതുപോലെ തന്നെ അറിയാം. അങ്ങനെ പേടിച്ച് നമ്മുടെ രഞ്ജിത അവിടെ എങ്ങനെ നിൽക്കുന്ന സമയത്താണെങ്കിലും നമ്മളെ കാണിക്കുന്നത് അനന്യയാണ്. അനന്യ കുഞ്ഞിൻ്റെ സ്കൂളിലേക്ക് ചെന്നു. അവിടെ ചെന്നതും കുഞ്ഞിനെ മറ്റാരും കാണരുത്, ഞങ്ങൾ പാരൻസ് അല്ലാതെ വേറൊരാൾ വന്നും കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും കാണിക്കരുത് എന്നും പറഞ്ഞ് കൊച്ചിനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോരുകയാണ്. ഈ സമയത്താണെങ്കിലോ കുഞ്ഞും അനന്യയും കൂടെ വണ്ടിയിൽ ഇങ്ങനെ വരുന്ന ആ ഒരു സമയത്ത് നമ്മുടെ പ്രതീക്ഷ ആണെങ്കിൽ വഴിയിൽ തടഞ്ഞു നിർത്തുകയാണ്. കുഞ്ഞ് പേടിച്ചിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും അനന്യയാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പം ആ പിന്നാലെ സ്വരമോളും ഇറങ്ങിയിട്ട് സ്വരം നമ്മുടെ അനന്യയ്ക്ക് പിന്നിൽ ഇങ്ങനെ ഒളിക്കുകയാണ്. അപ്പം പെട്ടെന്ന് തന്നെ പ്രതീക്ഷ വന്നിട്ട് പറയുന്നുണ്ട്, അതേ എന്തിനാ മോള് അങ്കിളിനെ കണ്ടിട്ട് പേടിക്കുന്നത്? ഇങ്ങ് വന്നേ, മോളോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ സ്വരമോളെ ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കിനും അനന്യയാണെങ്കിലോ, എന്താ പ്രതീക്ഷ ഇതെന്താ ഈ കാണിക്കുന്നത്? ഞാൻ പ്രതീക്ഷനോട് പറഞ്ഞതല്ലേ എൻ്റെ കുഞ്ഞിന് നിന്നെ കാണുമ്പോൾ പേടിയാണെന്ന്, നിനക്ക് എന്താ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നൊക്കെ പറയുമ്പോൾ, അതേ അനന്യ ചേച്ചി, നിങ്ങളോട് ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. എനിക്ക് എന്തായാലും സ്വരമോളെ കാണാതിരിക്കാനൊന്നും പറ്റില്ല, കുഞ്ഞിനെ ഞാൻ കണ്ടിരിക്കും. മോള് പേടിച്ച് ഭയന്ന് നിൽക്കുന്നത് നീ കണ്ടില്ലേന്നും പറഞ്ഞ് അനന്യ പെട്ടെന്ന് കുഞ്ഞിനെയും കൂട്ടി അവിടുന്ന് പോകാൻ തുടങ്ങുകയാണ്. അങ്ങനെ വീട്ടിലെത്തി അനന്യയാണെങ്കിലോ ഒരു സമാധാനവും ഇല്ല, ഉള്ള സമാധാനവും മുഴുവൻ നഷ്ടപ്പെട്ടു. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ടാണെങ്കിലോ ഒരു എത്തും പിടിയും കിട്ടാതെ അനന്യ അങ്ങനെ സങ്കടത്തിലിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രതീഷ് കുഞ്ഞിന് വേണ്ടിയിട്ട് കുറെ കളിപ്പാട്ടങ്ങളും ഒക്കെ ആയിട്ട് എത്തുകയാണ്. അപ്പം ഈ പ്രതീഷ് വരുന്ന ആ ഒരു കാഴ്ച സുമിത്ര ഇങ്ങനെ കാണുക കേട്ടോ. സുമിത്ര കുറച്ച് പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്താണ് പ്രതീഷ് ഈ ടോയ്സും ഒക്കെ ആയിട്ട് വരുന്നത്. കണ്ടപാടെ തന്നെ തൻ്റെ പ്രതീക്ഷ പഴയതുപോലെയൊക്കെ ആയി തുടങ്ങി എന്നുള്ള രീതിയിൽ നമ്മുടെ സുമിത്ര ഇങ്ങനെ മനസ്സുകൊണ്ട് ആശ്വസിച്ചു. അപ്പോൾ പ്രതീക്ഷ വന്നതും ഈ ടോയ്സ് മുഴുവനും ആ ഒരു ടേബിളിൽ നിരത്തി. അതിനുശേഷമാണെങ്കിലും നമ്മുടെ അനിരുദ്ധും അനന്യയും ഒക്കെ അങ്ങോട്ട് വന്നു. അപ്പോൾ സ്വരമോളാണെങ്കിൽ വന്ന പാടെ തന്നെ ഈ ഒരു ടോയ്സ് എടുത്തു വെച്ച് നോക്കുന്ന സമയത്താണെങ്കിലും സുമിത്ര ഓടി വന്നിട്ട് പറയുക, മോളെ ചെറിയച്ഛൻ മോൾക്ക് വേണ്ടി വാങ്ങിക്കൊണ്ട് വന്നതാണ്, മോൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ആദ്യം സ്വരം ഒന്ന് പകച്ചെങ്കിലും പിന്നീട് കൊച്ചു പറഞ്ഞു, നല്ല ടോയ്സാ അച്ഛമ്മേ, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ സ്വരമോള് ആ കളിസാധനങ്ങളൊക്കെ എടുത്തു വെച്ച് കളിക്കുവാണ്. അപ്പം ഇതൊക്കെ കൊച്ചിന് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടെന്നൊക്കെ പ്രതീക്ഷ മനസ്സിലായി. അപ്പം പ്രതീക്ഷ സ്റ്റെയർ ഇറങ്ങി വരുന്ന ആ ഒരു സമയത്താണെങ്കിലും നമ്മുടെ അനന്യ ഇങ്ങ് വന്നു. അനന്യ വന്നിട്ട് സുമിത്രയോട് ചോദിക്കുന്നുണ്ട്, അല്ല അമ്മയാണ് ഈ ടോയ്സ് ഒക്കെ ഇവൾക്ക് വാങ്ങിക്കൊടുത്തതെന്ന് ചോദിക്കുമ്പം, ഞാനല്ല മോളെ വാങ്ങിയത്, പ്രതീഷാണ് വാങ്ങിച്ചത്, പ്രതീക്ഷ ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാ. എന്തായാലും സ്വരമോളുടെ ആ ഒരു മനസ്സറിയാൻ വേണ്ടിയിട്ടും സ്വരമോളോടുള്ള പിണക്കമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും ആയിരിക്കും പ്രതീക്ഷ ഈ കളിസാധനങ്ങളൊക്കെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് സുമിത്ര വലിയ കാര്യത്തിൽ സംസാരിക്കുകയാണ്. അനന്യാണെങ്കിലോ പ്രതീക്ഷ കൊണ്ടുവന്ന കളിസാധനങ്ങൾ കൊച്ചിൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ടതും അവളങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. ഈ സാധനങ്ങളൊക്കെ വലിച്ചു വാരി അവൾ പള്ളയിൽ എറിയാൻ തുടങ്ങുമ്പോഴത്തേക്കിനും പ്രതീക്ഷ അങ്ങോട്ട് വന്നു. അപ്പോൾ പ്രതീക്ഷ ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കിനും പ്രതീക്ഷ ശരിക്കും ദേഷ്യമായി. നമ്മുടെ അനിരുദ്ധാണെങ്കിൽ, അനന്യ നീ എന്തൊക്കെ ഈ കാണിക്കുന്നത്? അപ്പം അനന്യ പെട്ടെന്ന് തന്നെ കൊച്ചിനെ വിളിച്ചുകൊണ്ട് ആ റൂമിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോവാണ്. അങ്ങനെ നമ്മുടെ പ്രതീഷിന്റെ ഈ മനമാറ്റം അത് സുമിത്രയ്ക്ക് വലിയ ആശ്വാസമായതുകൊണ്ട് തന്നെ സുമിത്രയാണെങ്കിൽ അനിരുദ്ധിനോട് സംസാരിക്കുക, മോനെ പ്രതീഷ് ഇപ്പൊ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തുമാത്രം ദേഷ്യപ്പെട്ട് നടന്ന അവനാണ്.
സ്വരമോളോട് അവന് വലിയ സ്നേഹമുണ്ട്, അതുകൊണ്ടല്ലേടാ അവൾക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ അവൻ വാങ്ങിക്കൊണ്ട് വന്നതെന്നും പറഞ്ഞ് നമ്മുടെ സുമിത്ര ഇങ്ങനെ അനിരുദ്ധിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അനിരുദ്ധിന് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. പ്രതീക്ഷ സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച കളിസാധനങ്ങളാണ് അതെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അനിരുദ്ധ് അതെ അമ്മേ, അവനെ പഴയ പ്രതീക്ഷയാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റുമെന്നും പറഞ്ഞ് സുമിത്ര ഇങ്ങനെ വലിയ സന്തോഷത്തിൽ സംസാരിക്കുക. ഈ സമയത്താണെങ്കിലോ നമ്മുടെ അനന്യ കൊച്ചിനെ വിളിച്ചോണ്ട് പോയി കൊച്ചിന് ക്ലാസ് കൊടുക്കാൻ തുടങ്ങിയാണ്. മോളെ ആ അങ്കിള് ഭയങ്കരനാണ്, ആ അങ്കിളിന്റെ അടുത്ത് അമ്മയുടെ മോള് പോവണ്ട കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കണം. ആ അങ്കിള് കളിസാധനങ്ങളൊക്കെ തന്ന് മോളെ വശത്താക്കാൻ നോക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വരമോള് പറയുന്നുണ്ട്, മമ്മി അതിന് ആ അങ്കിൾ അത്ര വലിയൊരു കുഴപ്പക്കാരനായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ എനിക്ക് ആ അങ്കിളിനോടുള്ള ദേഷ്യമൊക്കെ മാറി. ഒരുപക്ഷെ ആ ഓട്ടോ മാമനും എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കും. എന്തായാലും ആ മാമന് കിട്ടേണ്ടത് കിട്ടിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സ്വരമോൾ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും അനന്യ പറയാ, ഈ കൊച്ചിനെ ഇനി ഞാൻ എന്ത് പറഞ്ഞാ ധരിപ്പിക്കേണ്ടത്? മോളെ ഇനി അങ്കിള് വിളിച്ചു കഴിഞ്ഞാൽ മോൾ അങ്കിളിന്റെ അടുത്തേക്ക് പോവുകയൊന്നും ചെയ്യരുത്. ഒരുപക്ഷെ മോളെ ഇവിടുന്ന് കടത്തിക്കൊണ്ടു പോകാനും മതി എന്നൊക്കെ പറഞ്ഞ് കൊച്ചിനെ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. അനന്യയുടെ ഉദ്ദേശം എന്തായാലും നമുക്കറിയാലോ. അനന്യ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നത് എങ്ങനെയും പ്രതീക്ഷയും സ്വരമുളയും തമ്മിൽ അകറ്റണം. അതിനുശേഷം സ്വരമുളയും കൂട്ടി ഈ നാട്ടിൽ നിന്ന് തന്നെ നാട് വിട്ടു പോകണം. ഇത് തന്നെയാണ് അവളുടെ ചിന്തയും. അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ നമ്മുടെ പ്രമോ വിശേഷം അവസാനിക്കുന്നത്. അപ്പം എപ്പോഴും പറയുന്നത് പോലെ തന്നെ പ്രമോ വിശേഷം എന്ന് പറഞ്ഞാൽ വെറും ഒരു 30 സെക്കൻഡുള്ള ആ ഒരു വീഡിയോ ആണ്. അത് പിന്നെ നമ്മളിങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വീഡിയോസിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ രാവിലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും റിയൽ ആയിട്ട് വരിക. എല്ലാ യൂട്യൂബേഴ്സും ഇത് തന്നെയാണ് ചെയ്യുന്നതും. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക. അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്